Hello guys, welcome to Thampasa Reaction. So நம்ம பார்த்தீங்கன்னா கேரளா கிரைம் ஃபைல் சீசன் 2 பார்த்துட்ருக்கோம். ஸோ எபிசோட் 1 வரைக்கும் பார்த்துருக்கோம். ஆல்ரெடி இம்ப்ரெஸ்ட் எபிசோட் 1லேயே நல்லா செட்டப். ஸ்ரீனிவாசன் வந்து ஸ்க்ரீன் ப்ளே பண்ணியிருக்காருன்னு நினைக்கிறேன். அடுத்தடுத்த சீன் எப்படி லட்டு மாதிரி போகுது. ஸோ வந்து ஃபர்ஸ்ட் இதில் வந்து இவரை தூக்கிட்டாங்க. அவர் பேர் என்னது, சீரிஸ் பேர் இந்திரன்ஸ் இல்லைடா, கேரக்டர் பேர் சொன்னடா, அம்பலி ராஜு. வந்து அம்பலினா நம்மளுக்கு வேற ஒருத்தர் ஞாபகம் வரும். அம்பலி ராஜு வந்து தூக்கிட்டாங்க. அதுவும் முக்கியமாக ஒரு ஸ்டேஷன், சிட்டிக்குள்ளே இருக்க ஒரு ஸ்டேஷனில் வந்து ஃபுல்லாக ஃப்ளஷ் பண்ணிட்டு புது ரிசோர்ஸஸ் போட்டிருக்காங்க. அதில் வந்து ஒருத்தர் வந்து இப்போ தான் புதுசாக லா அண்ட் ஆர்டருக்குள்ளே வராரு, ஸ்மால் பேபி மாதிரி வராரு. என்ன பண்ண புறத்தில் வச்சு குத்துன்னு ஊற்றுவாங்க கன்ஃபார்மாக. அது லால் தெரிஞ்சு பண்ண மாட்டாங்க. ஆனால் அவர் கரெக்டான ஒரு ஆள். அவர் ஆனால் இன்னும் ஒருத்தர் இருக்காரு, அவர் எப்போ வர போகிறாருன்னு தெரியல. குத்துன்னு ஊற்றுவாங்க. இவரில் அவர் தானே அந்த இன்னொருத்தர் சொன்னாங்களே, இப்போ 29 30 தெரில. 29 என்ன 30 வரவே இல்லை. 30 தான் இவரா? அதான் 30 வரவே இல்லை. 29 ரிப்போர்ட் பண்ணிட்டு அதான் சொன்னாங்க. 29 காலையில் ரிலீவ் ஆகிட்டேன்னு தானே சொன்னாங்க. பேர் சொன்னாங்களா? பேர் சொன்ன மாதிரி ஞாபகம் இல்லை. சரி, ஓகே. ஸோ வந்து நம்ம அடுத்த எபிசோட் பார்த்தீங்கன்னா எபிசோட் 2 அம்பலி ராஜ். ஐயப்பன் எங்கே பார்த்துனுக்கிற நீ? அம்பலி ஐயப்பன். அடுத்த இதில் ஸ்பாய்லர் இருக்குன்னு நினைக்கிறேன், அதான் பெஸ்ட்டு. ஓகே ஓகே. ஐயப்பன் தான் இப்போ வந்து அந்த இவன்ல அவர் தேடி வந்து நின்னான ஒரு இடத்துல. இவர் நின்று சர்ச் பண்ணும்போது அவன் தான் அம்பலி ஐயப்பன் பசில். இது வந்து எபிசோட் 2 ரியாக்ஷன். அதுதானா? അതൊന്ന് കുറച്ച് പൊക്കി പിടിച്ച്. വയറ്റിൽ നിന്ന് പോയപ്പോൾ ശ്രദ്ധിച്ചിരുന്നോ? സ്റ്റൂളിന്റെ കൂടെ ബ്ലഡോ അങ്ങനെ എന്തെങ്കിലും? ഛർദിച്ചപ്പോൾ ഇത്തിരി ചുവപ്പ് പോലെ കണ്ടായിരുന്നു. ഇതിനിടയിൽ ഇപ്പോൾ ഒരു അഡോപ്ഷൻ സംശയമുണ്ട്. ഈ പരുവത്തിൽ ഇനിയൊരു ട്രാവലൊക്കെ എനിക്കറിയാൻ പാടില്ല. ഈ മൗത്ത് മസിൽ ഇങ്ങനെ എല്ലാ സമയത്തും ഇട്ടുകൊണ്ടിരിക്കണമെന്നില്ല കേട്ടോ. അത് അതിന് വെറുതെ സ്ട്രെസ് ആവത്തേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ ഡോഗ് വീക്കാം. കടി പേടിച്ചിട്ടല്ല, കഴിക്കേണ്ടതും കഴിക്കാൻ പാടില്ലാത്ത ഇനൊരു പിടുത്തമില്ലെന്നേ. പെറ്റിക്കിരി എടുത്തത് തട്ടിയെറിയും, കല്ലും മണ്ണും ഗ്യാപ്പിനായിട്ട് അകത്താക്കുകയും ചെയ്യും. ഇനി അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ശീലങ്ങളൊക്കെ ഒന്നേന്ന് കണ്ടീഷൻഡ് ആവണമല്ലോ. മനുഷ്യരെ ചികിത്സയെ പോലത്തെ എളുപ്പമല്ലല്ലോ. നമുക്കാണെങ്കിൽ ഉള്ള പ്രശ്നം വാ പറഞ്ഞങ്ങ് പറയാം. നിങ്ങൾക്കത് പറ്റുമോ? വയറുകളിങ്ങനെ ചിലപ്പോ വല്ലതും കഴിക്കാൻ തുടങ്ങുമായിരിക്കും. ഓ, അതിനിപ്പോ അപ്പിയായിട്ട് എന്തെങ്കിലും പോകാനുണ്ടെങ്കിലല്ലേ. ഇത് കാറ്റ് മാത്രമേ ഉള്ളൂ. ഡോക്ടർ പറയണത് എക്സ്റേ എടുക്കണമെന്നാണ്. എക്സ്റേ വല്ല മരുന്നിൽ ഒതുക്കാൻ പറ. മരുന്നിൽ ഒതുങ്ങായിരുന്നെങ്കിൽ അവർ നേരത്തെ തന്നെ ചെയ്യില്ലായിരുന്നു. അവർക്കും അതല്ല എളുപ്പം. അതും ശരി. കൊണ്ട് എക്സ്റേ എടുക്കും. നമ്മളായിട്ട് ഇനി വീഴ്ച വരുത്തിയെന്ന് വേണ്ട. ആ അഡോപ്ഷൻ വണ്ടി ആരോടിക്കും? അയ്യപ്പനോട് ഓടിക്കാൻ പറ. അയ്യപ്പൻ അടിച്ച് കയറ്റിട്ടേ ഇരിക്കണത്. കല്ലാണോ? കല്ലല്ല, കരിങ്കല്ല്. എന്നാലും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആയ ഇവനെയൊക്കെ വെറുതെ ഇരിക്കുവല്ല. ജോസേട്ടാ, ചാർജ് വാട്ടർ ചാഹിയേ. കഞ്ഞിയുള്ളല്ലേ? അരി അടുപ്പത്തിടാൻ തുടങ്ങുന്നേ ഉള്ളൂ. അല്ല, ഇന്നലത്തെ ഇല്ലേ? അത് പൊളിച്ചിട്ടുണ്ടാവൂടാ. ഓ, എനിക്ക് കുടിക്കാവുന്നല്ല, അതൊക്കെ മതി. ആ ടെറിയ നോക്കാൻ വന്ന ഡോക്ടർ പറഞ്ഞു കേട്ടാ. കഞ്ഞിയുള്ള വെച്ചാണോ പറ്റി? ഞാൻ കൊണ്ടുപോവാ. താനെയുള്ള കാമുറുക്കി കൊടുക്കും. ഷാഡോ വാ 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 ഷാഡോ. നീയാക്ക് സല്യൂട്ട് അടിക്കാതെ അനുകൂല. അത് ശരിയാ. നേരം വെളുക്കുമ്പോൾ തൊട്ട് അപ്പ് ആൻഡ് ഡൗൺ പറയണ നമ്മുടെ ജില്ലയുടെ ഇത് തന്നെയാണ് വാലാട്ടുന്നതിന്റെ കുട്ടി. போனோட்டி டைட்டில் கார்டு நம்ம சேஞ்ச் ஆச்சா? അതുകൂടെ ഒന്ന് കഴിഞ്ഞിട്ട് പോരെ സാർ. ഇവിടെ കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്നവരോടൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഇല്ല സാർ, വീട്ടുകാരൊന്നും പറഞ്ഞിട്ടില്ല. ആ, ഞാൻ വിളിച്ചോളാം. ഡോ, കുര്യന്റെ ഈ അല്ല ഏ ജോയിൻ ചെയ്ത ദിവസത്തിൽ താൻ്റെ പേര് ചെയ്താക്കൂ. അതിനെക്കുറിച്ച് എനിക്ക് വലിയ പരിപാടിയില്ല. ആ സൊല്ലേ, എന്നിട്ട് പിന്നെ അതുപോലെ കേസ് എഴുതുന്നതിലും എക്സ്പേർട്ടാ. ഇവൻ ശിക്ഷ കിട്ടേണ്ടവനാണെന്ന് അമ്പളിയാണെന്ന് തോന്നിയോ ആ പ്രതിപെട്ട്. പിന്നെ സുപ്രീം കോടതിയിൽ നിന്ന് പോലും ഊരാൻ പറ്റാത്ത ലോക്കിട്ട് അങ്ങ് എഴുതിക്കളെ. എന്നിട്ടിപ്പോ നടപടി വന്നപ്പോ ഈ പിക്ചറൊന്നും അല്ല പുള്ളിക്ക്. അത് സാറേ, പുറത്തുനിന്ന് കാണുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടല്ല ഇവിടെ കാര്യങ്ങൾ ഓടുന്നത്. എല്ലാവരും പണിക്ക് സിനിമാ പോലീസ് കളിച്ചു പോകാൻ ഒരു ജില്ലയിലെ പോലീസുകാർക്കും പറ്റൂല. ട്രിവാൻഡ്രത്ത് തീരെ പറ്റൂല. അതുകൊണ്ട് ഉള്ളുകൊണ്ടെങ്കിലും എല്ലാവരും ആരുടെങ്കിലൊക്കെ സൈഡ് പിടിക്കും.
ഈ വാർത്തയിലും പത്രത്തിലും കാണുമ്പോഴല്ലേ ഈ കാപ്പാലിസ്റ്റ് മാഫിയ വെട്ട് എന്നൊക്കെ പറഞ്ഞ അതുപോലെയൊക്കെ ഫീല്. നേരിട്ട് കാണുമ്പോൾ ഇവരൊക്കെ എന്താ ഏതെങ്കിലും ഒരു രാജേഷ്, പ്രകാശ്, അനീഷ്, നമ്മളെപ്പോലെ തന്നെ മനുഷ്യന്മാര്. സോഷ്യലിസ്റ്റ് ആണല്ലോ. ഞാനൊരു 3 മാസം കഴിഞ്ഞ് വരാം. സാറും ഇതൊക്കെ തന്നെ പറയുള്ളൂ. അമ്പിളി ഈ പറഞ്ഞില്ലേ സേടാ, അമ്പിളിയാണെങ്കിൽ സൈഡില്ല, അത് അങ്ങേരെ കളി. എല്ലാവരുടെ അടുത്ത് തൂങ്ങാൻ നിൽക്കും. അതുകൊണ്ട് എന്താ ട്രിവാൻഡ്രത്തെ ടീമൊന്നും പുള്ളിനെ തൊടൂല. പലപ്പോഴും കെട്ടുകൊട്ടിയന്മാരെ പിടിച്ചു നിർത്തണ പോലും ഈ അമ്പിളിയാണ് തന്നെ. അങ്ങേരോട് ഇവന്മാർക്കൊരു റെസ്പെക്ട് ഉണ്ട്. കാരണം 5ന്റെ പൈസ വാങ്ങൂല. ഈ പൈസ വാങ്ങാത്തവരോട് എക്സ്ട്രാ മെറിറ്റ് ഇവർ കണക്കാക്കല്ലോ. അപ്പൊ ട്രാൻസ്ഫർ കിട്ടാനുള്ള യോഗ്യതയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? സ്റ്റേഷൻ ഇടപെടലും പൊളിക്കുമ്പോൾ ഉള്ളുന്നാർക്കും പരാതി വരാണ്ടിരിക്കാൻ പേരിന് ട്രാൻസ്ഫർ. തിരിച്ച് നാട്ടിൽ പോകുന്നെന്നാ പറഞ്ഞത്. തമ്പാനൂർ ബസ് കയറി ഞാൻ ആ സ്റ്റാൻഡിൽ കണ്ടുവിട്ടത്. ഇടവിളയല്ല അയാളുടെ വീട്, അതിനെന്തിനാ തമ്പാനൂർ ബസ് പിടിച്ച്? അത് അങ്ങേർക്ക് അവിടെ ഒരു ലോട്ടറി സെറ്റപ്പ് ഉണ്ട്. എവിടെ ആണെങ്കിലും വൈകിട്ട് അവിടെ പോയി ഒരു ലോട്ടറി എടുത്തിട്ട് വീട് പിടിക്കും. ആ ലോട്ടറി കടയുടെ പേരറിയോ? ഡിപ്പാർട്ട്മെന്റ് എന്താ പുള്ളിയോട് ഇത്ര ഇൻട്രസ്റ്റ്? അമ്പിളിയാണ് ഒരു ഡയറക്ടർ സാർ. എല്ലാവരുടെയും എല്ലാത്തരം നമ്പറും മൂപ്പര കക്ഷത്തുണ്ട്. പുള്ളിക്കാരൻ തമ്പാനൂർക്ക് ബസ് കയറിയിരുന്നെന്നാണ് അഡ്വക്കേറ്റ് പറയുന്നത്. കുറച്ച് ലോട്ടറി പിരാന്തുണ്ട്. ഡെയിലി അവിടുന്ന് ഒരു 1500 രൂപ എടുക്കും. ധനലക്ഷ്മി എന്നൊരു തോളിന്റെ പേരാണ് പറഞ്ഞത്. സ്ഥിരം കേന്ദ്ര. പിന്നെ പുള്ളി ലേശം രാശിയൊക്കെ നോക്കുന്ന കൂടുതലാണ്. ഇന്നൊരു 500 അടിച്ചാൽ സ്പോട്ടിലെടുക്കും അടുത്ത 10. പ്രവീണ ലോട്ടറി സ്റ്റാളൊന്ന് പോയിട്ട് അന്വേഷിക്കും. ഒരു കമ്പനിക്കാരായതുകൊണ്ട് എന്തെങ്കിലും പേര് കിട്ടാണ്ടിരിക്കില്ല. ചെയ്യാം. സുല്ലെപ്പോഴാണ് ഇറങ്ങുന്നത്? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങും. പാസ്പോർട്ടൊക്കെ ഇന്നലെ അടിച്ചു കിട്ടി. പിന്നെ സാറിനത് കണ്ടിട്ട് പോലാന്ന് വെച്ചിരുന്നതാ. സുല്ലു കാര്യം ചെയ്യും, ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ട് പോവാം. ചെങ്ങന്നൂർ ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. അല്ല സാറേ, ഫാമിലിയൊക്കെ പാക്ക് ചെയ്ത് വിട്ട്. പിന്നെ കോട്ടേഴ്സ് കഴിഞ്ഞായിരുന്നേ. ഒരു ദിവസമെങ്കിലും ഒരു സമാനം ഇട്ടിരുന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് ഇവിടെ അടിച്ചിട്ട് ദേവനും കൂട്ടിക്കോ. ഓവർ ഇൻഫർമേഷൻ കൊടുത്തത് തപ്പാ. ഇവിടെ വന്ന് സീരിയലൊക്കെ വാക്കി പിടിച്ച് വെച്ചതാ. 10-25 അമ്പിളിയുടെ കണക്ക്. പക്ഷെ വാങ്ങി. ഇടയ്ക്കൊരു ഫോൺ വന്നു. പിന്നെ പുള്ളി അതിന്റെ പിറകെ. എങ്ങോട്ടെങ്കിലും പോവാണ്ടെന്ന് പറഞ്ഞു. ഒന്നും പറഞ്ഞില്ല. ഫോൺ വിളിച്ചോണ്ടാ സെന്ററിനെ കൊണ്ട് പോണുണ്ട്. എന്ത് പറ്റി? ആളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ സ്റ്റേഷനിലും വന്നില്ല. ആ ബിച്ചുവിനെ ഒന്ന് വിളിച്ചു നോക്കായിരുന്നു. ഏത് പുത്തരിയ? അവൻ ആ സമയത്ത് പാലത്തിനോട് കറങ്ങുന്നതാ. അതുവഴി നടന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും കാണാതിരിക്കില്ല. ഞാൻ ആ സമയം പാറ്റൂര് പോയായിരുന്നു. ഇല്ലേ കണ്ട എന്തായാലും സാറിൻ്റെ അടുത്ത് മിണ്ടിയിട്ടേ പോകും. പിന്നെ നിങ്ങളൊന്ന് ബൈപ്പാസ് തിരക്കി വെക്കും. ഞാൻ എൻ്റെ പയ്യന്മാർ ചോദിച്ചിട്ട് പറയാം. നീ ഇങ്ങനെ എല്ലാവരും വിളിച്ചറിയിച്ച് ബേജാറാക്കൊന്നും വേണ്ട. അല്ല, എന്തൊരു ഇടപാടും കൊണ്ടൊരു കർണാടക ടീം കറങ്ങിടപ്പെന്ന് വിനോദം പറഞ്ഞായിരുന്നു. അമ്പിളി നൈറ്റ്. നിങ്ങൾ വിട്ടോ, ഞാനൊന്ന് റൂട്ട് എടുത്തിട്ട് പറയാം. വേണ്ട, കാർ ഓട്ടോയെ ഫോളോ ചെയ്ത് തന്നെയാണെന്ന് എന്താ ഉറപ്പ്? ഈ സാർ പുതിയതാണ്. ഇന്നലെ ജോയിൻ ചെയ്ത ആലപ്പുഴക്കാരനാ. 19 കൊല്ലമായി ആലപ്പുഴ സാറേ. ഞാൻ ഈ ബൈപ്പാസ് ജംഗ്ഷനിൽ ഈ ലോട്ടറി കച്ചവടം തുടങ്ങിയിട്ട്. അണ്ണാ കാർ ഏതാന്ന് ഓർമ്മണ്ടോ? നീല കളറാ. മോഡൽ എന്തേലും? മോഡല് 19 കൊല്ലമായിട്ട് ബൈപ്പാസിൽ കൂടെ ഓടാത്ത ഏതെങ്കിലും മോഡലാണോ? ബ്ലൂ കളർ വിയോൺ. இந்த பீஸா பத்தில் சொல்லாரு, ஆர்டர் பண்ணாரு. 55 വർഷം എക്സ്പീരിയൻസ്. മീഡിയം പെപ്പറിക്ക. ശരി ശരി, എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യും. ഒരു ഉടായ്പ നടക്കുന്നുണ്ടോ? നമ്മൾ ഈ കേട്ട പോലെയൊക്കെ തന്നെ പുള്ളിയെങ്കിൽ ഇച്ചിരി ലെവലിട്ട കണക്ഷൻസ് ഉള്ള ആളെന്ന് ഉറപ്പാണ്. പിന്നെ ഇങ്ങനെ ഫോൺ എടുക്കാത്ത ശീലം ആരും പറയുന്നില്ല. ഇത്രയും ലെവലിട്ട കണക്ഷൻസ് ഉള്ള ആൾക്ക് ചിലർ ഡിസ്കണക്ഷൻസ് വരാമല്ലോ. ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആവുകയും കൂടെ ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നമ്പർ ലൊക്കേറ്റ് ചെയ്യാനുള്ള പരിപാടിയിലേക്ക്. ചലോ പത്മനാഭ തിയേറ്റർ അല്ല, കുറച്ചേരം സംസാരിച്ചോണ്ടെന്നും തോന്നുന്നു. ഡ്രൈവറായിട്ട്. എന്നിട്ടാണ് കയറി. കാറിൽ കയറിയെന്ന് ഉറപ്പല്ലേ? അങ്ങനെ ഗ്യാരണ്ടി ഒന്നും ചോദിക്കരുത്. കയറിയതല്ലെന്ന് തോന്നിയത്. നിറവിൽ കൂടെ കണ്ടല്ലേ. പുള്ളി ഫ്രണ്ടിലാണോ അതോ ബാക്കിലാണോ കയറിയത്? കാറിന്റെ മോഡൽ ഏതാന്ന് ഓർമ്മണ്ടോ? മോഡൽ ഇവിടെ ഇല്ല. ഒരു നീല കളർ കാറാണ്. രജിസ്ട്രേഷൻ ചെയ്തായിരുന്നു. പറഞ്ഞല്ല. ഒന്നാതെ നിർത്തിയ ഒരു 100 മിനിറ്റ് പിറകിലായി. പിന്നെ പോരാത്തതിനെ കണ്ടത് കണ്ണാടി കൂടെ. ആ വണ്ടിക്ക് ഒരു സ്റ്റിക്കർ എംബ്ലം ഉണ്ടായിരുന്നു കേട്ടോ. എന്തെങ്കിലും ഈ റെന്റോ കാറിനെ കൊട്ടിക്കൂലേ, ആ ടൈപ്പ്. കണ്ണാടി കൂടെ അത്രയൊക്കെ കാണാമല്ലേ? നേരത്തെ എവിടെയായിരുന്നു പോസ്റ്റിംഗ്? മാവേലിക്കര. ഇവിടുത്തെ ഡീലിങ് കുറച്ചും കൂടി ഒന്ന് നോക്കിയും കണ്ടാവാം നാട്ടുകാരോട്. ഈ മാവേലിക്കര പോലെ ആയിരിക്കില്ല. ഒന്നാമത് 3-4 ദിവസത്തെ കുണ്ടാമണ്ടി കൊണ്ട് പോലീസിന്റെ കംപ്ലീറ്റ് ഗ്രൗണ്ട് സപ്പോർട്ട് പോയി കിടക്കുക. ഒതുക്കത്തിൽ നിന്നില്ലെങ്കിലേ അവര് ഊക്കി വിടും. അമിത ജോലിഭാരവും സമ്മർദ്ദവും കാരണം പോലീസ് ഉദ്യോഗസ്ഥരെ കാണാതാവുന്നത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ആഗസ്റ്റ് മെയ് മാസങ്ങളിലായാണ് കോട്ടയം ഈ സ്റ്റേഷനിലെ CPO റഷീദ്, പയ്യന്നൂർ സ്വദേശി SI സനീഷ് എന്നിവരെ കാണാതായത്. എന്നാൽ അമ്പിളി രാജുവിന്റെ വിഷയത്തിൽ ആകുലതകൾ വേണ്ടെന്നും ടവർ ലൊക്കേറ്റ് ചെയ്തതിൽ നിന്നും തക്കതായ വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളതായും നെടുമങ്ങാട് DSP അറിയിച്ചു. വിളിച്ചു പറയല്ലേ? റോഡും ഈ കാനയും തമ്മിൽ അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് അബദ്ധത്തിൽ തെറിച്ചു വീണതാൻ ചാൻസ് കുറവാണ്. ഓടുന്ന വണ്ടിയിൽ നിന്ന് ഇറങ്ങാനായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഫോണിന്റെ കോർണറിൽ ചെറിയ പൊട്ടലുണ്ട്, ടാറിന്റെ പൊടിയും.
അമ്പിളി ആ ബ്ലൂ റിയോൺ കാറിൽ കയറുന്നത് ആ ഓട്ടക്കാരൻ കണ്ടു പ്രവീണിന് ഇപ്പൊ കിട്ടിയ വിവരം. അങ്ങനെയാണെങ്കിൽ ഈ പുള്ളിക്കത് ജംഗ്ഷൻ ബൈപ്പാസ് ജംഗ്ഷൻ അവിടെ വെച്ച് തന്നെ കയറായിരുന്നില്ലേ? അതാ ലോട്ടറിക്കാരൻ കാണണ്ടെന്ന് കരുതിട്ടായിരുന്നു. ഞാൻ എന്തായാലും ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറത്ത് 1-2 കടകളും ATM ഒക്കെ ഉണ്ട്. അവിടുത്തെ ക്യാമറയിൽ ഈ കാറ് വെട്ടിട്ടുണ്ടോ നോക്കാം. എന്നാ പിന്നെ വിട്ടേക്കാം. നിയമത്തല്ലേ ഇവിടുത്തെ ലാബ്? അതെ. നമ്മുടെ റൂട്ട് വേറെയാ. നമുക്ക് ഇവിടുന്ന് കയറി ബൈപ്പാസ് സ്ട്രേറ്റ് അല്ലേ? എങ്കിൽ ഫോണും കൊണ്ട് അവര് പോട്ടെ. ഷാജു ഭായിന്റെ കൂടെ വാ. ഷാജു ഭായിക്ക് എന്താ തോന്നി? സാറ് പറഞ്ഞൊക്കെ തന്നെ തെറിച്ചു വീണതായിരിക്കില്ല. അല്ലാത്ത എന്തെങ്കിലും ആദ്യം സാറിന്റെ കണ്ടത്തില്ലേ? അല്ല, നിങ്ങളൊക്കെ ഇങ്ങനെ ഒത്തിരി സിറ്റുവേഷൻസ് കണ്ടിട്ടുണ്ടാവില്ല. ഒത്തിരി കാണുന്നതും ചിലപ്പോൾ കുഴപ്പമാണെന്നേ. കണ്ട് പഴകിയതിനെ വീണ്ടും വീണ്ടും കാണുന്നു. പിന്നെ തോന്നിയൊരു കാര്യം, അത് ലാബിൽ നിന്ന് പറഞ്ഞിട്ട് കൺഫേം ചെയ്താൽ മതി. ആ മൊബൈലിന്റെ ബാക്കിൽ ഇത്തിരി ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ടോന്നൊരു ഡൗട്ട് ഉണ്ട്. ഉറപ്പില്ല, അതാണ് കൺഫേം ചെയ്തിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഇത് ജനമൈത്രി സമിതിയുടെ. പിന്നെ വരാൻ പറ. സർ ഓർക്കുന്നില്ലേ രാജീവൻ? എന്തായി? ഫോൺ ലാബിലേക്ക് അയച്ചിട്ടുണ്ട് സാർ. 4 മണിക്ക് ഡാറ്റ എടുത്ത് തരാന്നാ പറഞ്ഞിരിക്കുന്നത്. ഇവിടുന്ന് സ്പോട്ടിൽ പോയത് നോബിൾ വിളിക്കും സർ. സ്പോർട്സ് പരിപാടിയൊക്കെ ഉണ്ടല്ലേ? യെസ് സർ. അത്ലറ്റിക്സോ ഗെയിംസോ? ഗെയിംസ്, വോളി. DCRBയിലായിരുന്നോണ്ട് പിന്നെ പ്രാക്ടീസിന് മുടങ്ങാതെ പോകാൻ പറ്റുമായിരുന്നല്ലോ അല്ലേ? 5 മണിക്ക് കമ്പ്യൂട്ടറും കൂട്ടി കളിക്കാൻ പോണ ഓർമ്മയിലാണോ ഇപ്പോഴും? നീ ഇവിടെ ചോറും വിളവ് വെച്ചിട്ടാണ് ഫോൺ റിക്കവർ ചെയ്യാൻ പോയത്? അല്ല, അവിടെ ചെന്ന് തലയും കാണിച്ച് അപ്പം തന്നെ ഇങ്ങോട്ട് വിട്ടു വന്നുകൊണ്ട് ചോദിച്ചതാ. ഒന്ന് ലാബ് വരെ പോയിരുന്നെങ്കിൽ എന്തായിരുന്നു കുഴപ്പം? ഒന്ന് നേരിട്ട് പോയി ഫോളോ അപ്പ് ചെയ്യണമെന്ന് തോന്നിയില്ല സർ. ആളുടെ റീസെന്റ് കോൺടാക്ട്സ് നോക്കി വിവരം എടുക്കുന്നുണ്ട്. അറിഞ്ഞിടത്തോളം കുറച്ച് റോങ് കോൺടാക്ട്സ് ഉള്ള ആളാണ്. അമ്പിളിയെ കുറിച്ച് നീ എനിക്ക് ക്ലാസ് എടുക്കണ്ട. ആ റെന്റ് കാർ കമ്പനിയുടെ കാര്യം എന്തായി? കിട്ടിയോ? അന്വേഷിക്കുന്നുണ്ട്. എങ്ങനെ? ഇവിടെ ഇരുന്ന് നെറ്റ് ഉണ്ടാക്കിയിട്ടോ? ഫോണിലുള്ളത് ബ്ലഡ് സ്റ്റെയിൻ തന്നെയാണെന്ന് കൺഫേം ആയിട്ടുണ്ട്. ഗ്രൂപ്പിംഗും ചെയ്തു. ആളുടേതായിട്ട് മാച്ചിങ്. റിസൾട്ട് ഇമെയിലിൽ വരുന്ന നോക്കിയിരുന്ന കാര്യം നടക്കൂല മുന്നേ. ആ വീട്ടുകാരോട് ഒന്നുകൂടെ സംസാരിച്ചിട്ട് എന്തെങ്കിലും അഡീഷണൽ വിവരങ്ങൾ കിട്ടുന്നുണ്ടോ നോക്ക്. കാര്യം തൽക്കാലം മുടിയാൻ നിൽക്കണ്ട. കളിയിൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാ സ്പോർട്സിന് പോയത്. അല്ലാണ്ട് പഠിക്കാനോ വേറെ പണിക്കോ കൊള്ളാനിട്ടല്ല. SI ടെസ്റ്റ് എഴുതി പാസ്സാവേണ്ടി ഇവിടെ എത്താൻ പറ്റൂലല്ലോ. കാള സാറേ, അങ്ങനെ അപ്പോഴത്തെ ഒരു ഫ്ലോയില് പുള്ളി പറഞ്ഞതിൽ റോങ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങളൊന്ന് ഹിൻഡ് ചെയ്തിട്ടെങ്കിൽ നമ്മൾ നേരെ ലാബിലോട്ട് പോയായിരുന്നല്ലോ. ഷാജു ഭായിനെ അങ്ങോട്ട് എന്തുണ്ടെങ്കിലും ഓപ്പണായിട്ട് പറയണം. ചിലപ്പോൾ എൻ്റെ മൈൻഡിൽ ഓടിയെന്ന് വരില്ല. ഈഗോവും ഹയറാക്കി നോക്കുന്ന ടൈപ്പ് അല്ലേ ഞാൻ. മനസ്സിലായോ? പറയിപ്പിക്കാണ്ട് പോകണം. അയാളുടെ പേര് അയ്യപ്പൻ എന്നല്ലേ പറഞ്ഞത്? അച്ഛൻ അയാളെ ഇടയ്ക്ക് കാണാറുള്ളതാണ്. അങ്ങനെ നാട്ടിൽ വരാറില്ല. എവിടെയാ വർക്ക് ചെയ്യുന്നത്? പലയിടത്തുമായിട്ടാ. ഈ വല്യച്ഛൻ എന്ന് പറയുമ്പോ പുള്ളിയുടെ നേരെ ബ്രദറാണോ അയ്യപ്പൻ? ചേട്ടൻ ആദ്യം വേറൊരു കെട്ടിയതാ. അത് പിന്നെ ഒഴിഞ്ഞപ്പോഴാ ഞാൻ ആ പെണ്ണുമ്പിളെ രണ്ടാമത് കെട്ടിയതാ ഈ അയ്യപ്പൻ. അയ്യപ്പനായിട്ട് അമ്പിളി ചേട്ടന് പ്രശ്നം എന്തെങ്കിലും ഉണ്ടായിരുന്നു? അടുപ്പത്തിലൊക്കെ തന്നെയാ സംസാരമൊക്കെ. പ്രശ്നമൊന്നുള്ളതായിട്ട് അറിയില്ല. പിന്നെ പ്രശ്നം ഉണ്ടാകാനായിട്ട് അയാളങ്ങനെ അധികം പുറത്തിറങ്ങി കാണാറില്ല. മിക്കവാറും ജയിലിലൊക്കെ തന്നെ. ആര്? അയ്യപ്പനോ? ആ, സാറ് വെറുതെ ഒന്ന് തിരക്കി നോക്കിയാൽ അറിയാം ആളെ കുറിച്ച്. താനവിടുന്ന് വിളിച്ചു പറഞ്ഞപ്പോ തന്നെ ഞാൻ ഈ അയ്യപ്പനെ കുറിച്ച് അന്വേഷിച്ചായിരുന്നു. പുള്ളി ആളൊരു എക്സ് കൺവിക്റ്റാ. 86 മുതൽ 2001 വരെ DC ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു കാലത്ത് ട്രിവാൻഡ്രത്തിലെ നാഗർകോവിലെ മോഷണ കേസുകൾ എടുത്താലേ അതിൽ 4-ൽ 3-ലും അയ്യപ്പന്റെ പേരുണ്ടാവും. ഒടുക്കം 96-ലും പിടിവീണു. 10-15 കേസുകളിലായിട്ട് ഒരു 12 കൊല്ലം കണ്ട് അടിച്ചു കിട്ടി. പക്ഷെ ഇളവ് കിട്ടി. ടേമിന്റെ ലാസ്റ്റ് 4 വർഷം നമ്മുടെ കളിയേക്കാവുള്ള സ്റ്റേഷനിൽ പ്രൊബേഷനിൽ നിർത്തിയായിരുന്നു. DYSPയുടെ മേൽനോട്ടത്തിന് നല്ല നടപ്പ്. ഫ്രീ ആയിട്ട് വിട്ടു കഴിഞ്ഞാൽ പഴയ ലൈനിൽ പോകുന്നതായിരുന്നു ന്യായം. പിന്നെ പല സെറ്റപ്പുകളിലായിട്ട് ഡ്രൈവിംഗ് ഡ്യൂട്ടി കൊടുത്തു തുടങ്ങി. ഒടുക്കം നമ്മുടെ ഈ പോലീസ് ഡോഗിന്റെ ഈ ഷെൽട്ടർ തുടങ്ങിയില്ലേ? എവിടെയാണ്? തൃശ്ശൂര് ആശ്രയ എന്ന പേരില്. അങ്ങോട്ടേക്ക് കേട്ടി. വേണമെങ്കിൽ ഒരു അര പോലീസ് എന്ന് പറയുമ്പോ. ഞാൻ ഈ പറഞ്ഞ ഡോഗ് റിട്ടയർമെന്റ് ഷെൽട്ടറിലേക്ക് വിളിച്ച് അന്വേഷിച്ചിരുന്നു. ഹൗസ് കീപ്പിങ്ങും പാർട്ട് ടൈം ഡ്രൈവിംഗ് ഒക്കെ ആയിട്ട് 2 വർഷമായി ആളവിടെ തന്നെയാണ്. പക്ഷെ ഒരാഴ്ചയായി ആളവിടെ ഇല്ല. നാട്ടിലേക്ക് അർജന്റായി പോവാണെന്നാണ് അവിടുത്തെ ഇൻചാർജിനോട് പറഞ്ഞത്. എന്നാ നാട്ടിലെത്തിയിട്ടില്ല അല്ലേ? ഈ അയ്യപ്പന്റെ ഭാര്യയെ വിളിച്ച് അന്വേഷിച്ചില്ലേ? അമ്പിളിയുടെ മറ്റേ പഴയ പുള്ളിക്കാരിയും കൂടി കണ്ടിട്ടാ തിരിച്ച്. ഞാൻ ഉണ്ടായിരുന്നപ്പോ തന്നെയാ അവളുമായിട്ടും അമ്പിളി അണ്ണന്
ആണുങ്ങളാകുമ്പോൾ സ്വല്പം സൈഡ് ബിസിനസ് ഒക്കെ ഉണ്ടാവൂലേ. ഞാൻ അത്രേ വിചാരിച്ചിട്ടുള്ളൂ. അവസാനം വയറ്റിലുണ്ടായപ്പം കെട്ടിയില്ലെങ്കിൽ കയറി തൂങ്ങിക്കളയൊന്നും പറഞ്ഞ് അവൾ അലമ്പിയപ്പോഴാ. അവളാണെങ്കിൽ ഇച്ചിരി കട്ടിയില്ലാത്ത മനസ്സുവാ. അതുകൊണ്ട് റിസ്ക് എടുക്കണ്ടെന്ന് ഞാൻ തന്നെ അമ്പിളിയണ്ണൻ്റോടെ അങ്ങ് പറഞ്ഞു. അമ്പിളി ചേട്ടൻ വരാറുണ്ടോ അവിടെ? ഓ, അയ്യപ്പൻ ഉള്ളപ്പോഴോ ഇല്ലാത്തപ്പോഴോ? ഉള്ളപ്പോഴും വരാറുണ്ട്, ഇല്ലാത്തപ്പോഴും വന്നിട്ടുണ്ട്. അതിന്റെ പേരില് പുള്ളി അയ്യപ്പനായിട്ട് എപ്പോഴെങ്കിലും? അയ്യപ്പേട്ടൻ അറിയാവുന്ന കാര്യം തന്നെയാ. അങ്ങേരെ കൊണ്ട് എന്നെ കെട്ടിച്ചതും ഈ അമ്പിളിയണ്ണൻ തന്നെയായിരുന്നു. അവര് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ചിട്ടാ? എന്താന്ന് വെച്ചിട്ടാ? കള്ളനും പോലീസും എന്ന് പറയുമ്പം ജന്മനാനൊരു ആത്മബന്ധം ഇല്ലേ? CDR പ്രകാരം അമ്പിളി ഒരാഴ്ചയായി അയ്യപ്പനെ ഫ്രീക്വൻ്റ് വിളിച്ചിട്ടുണ്ട്. ഒന്നുപോലും അറ്റൻഡ് ചെയ്തിട്ടില്ല. പിന്നെ സൈബർ സെല്ലിലെ ഫ്രണ്ട് വഴി അയ്യപ്പനെ നമ്പർ ട്രാക്ക് ചെയ്യാനും അമ്പിളി നോക്കിയിട്ടുണ്ട്. അപ്പോ ശരിക്കും കള്ളനും പോലീസും കളി തന്നെയായി. ഈ CDRൽ വേറെ എന്തെങ്കിലും? അമ്പിളിക്ക് ഒരു കർണാടക രജിസ്റ്റേർഡ് സിമ്മിന്ന് 10 ദിവസത്തിൻ്റെ ഇടയിൽ കുറേ ഇൻകമിങ് കോൾസ് വന്നിട്ടുണ്ട്. 30-40 സെക്കൻഡ് ഡ്യൂറേഷനുള്ള കോൾസാണ്. പിന്നെ ഇന്നലെ ഏകദേശം 6 മണി അടുപ്പിച്ച് അയ്യപ്പൻ്റെ നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ്, വാട്സാപ്പ് അല്ല SMS. കണ്ടിട്ട് ബ്ലൂ റിയോൺ ബൈപ്പാസ് ജംഗ്ഷൻ. ടൈമിംഗ് വെച്ച് അമ്പിളി തമ്പാനൂറുള്ളപ്പോഴാണ് അയ്യപ്പൻ്റെ ഈ മെസ്സേജ് വന്നത്. അപ്പോൾ ബൈപ്പാസ് ജംഗ്ഷനിലേക്ക് അമ്പിളി പോയത് ഈ കാർ നോക്കിയിട്ട് തന്നെയാണെന്ന് ഉറപ്പാണ്. അയ്യപ്പൻ ഇൻട്രോ மட்டும் தான் அந்த இடம் காமிச்சாங்க. വണ്ടിയുടെയും അയ്യപ്പന്റെ പുറകെ പോട്ടെ. ഡ്രൈവിംഗ് അറിയാവുന്ന ആളാണ്. പോരാത്തതിന് വണ്ടി തെഫ്റ്റായിരുന്നു മെയിൻ ഈവന്റ്. ഈ വിഴിഞ്ഞത്ത് മണലടി പ്രശ്നമായിട്ട് ഏതാണ്ട് മധ്യസ്ഥം പറയാനൊക്കെ അമ്പിളി പോയെന്നൊരു വിവരമുണ്ട്. ഒരു മിഥിലാജും പിന്നൊരു അജി വെള്ളായും, അങ്ങനെ 2 ദിവ്യന്മാരുടെ പേരും കേട്ടു. ആ വഴിക്കൊന്ന് പിടിച്ചു നോക്ക്, വല്ലതും കിട്ടുമെന്ന് നോക്കാം. ശരി സാർ. അപ്പോ കഴിക്കുന്നില്ല എന്ന് ഉറപ്പാണ്? 2 പേർക്കുള്ളതുണ്ട്. വേണ്ട സാർ, ഫ്രണ്ട് വെയിറ്റിംഗ് ആണ്. ഓ, എവിടെയാണ് സ്റ്റേ? തൽക്കാലം ഫ്രണ്ടിൻ്റെ വീട്ടിൽ തന്നെയാണ്, കഴക്കൂട്ടം. ആയിക്കോട്ടെ, എന്നാ വിട്ടോ. ശരി സാറേ, കാസർഗോഡ് നിന്ന് കോൾ ഉണ്ടായിരുന്നു. ആ ഡോഗ്സിന്റെ കാര്യം പറയാം. എപ്പോഴാണ് കൊണ്ടുവരുന്നത്? അടുത്ത ശനിയാഴ്ച എത്ര ഡി ഇൻഡക്ഷൻ 12-ാം തീയതി എത്തുമെന്ന് പറഞ്ഞു. 2 ഫീമെയിലും ഒരു മെയിൽ ഡോഗും. ബി ബ്ലോക്ക് മതി. ആ, നമുക്ക് ആ ബില്ലെന്ന് എഴുതി വിട്ടാൽ കുറച്ച് പ്ലംബിംഗ് വർക്ക് ഉണ്ട്. അജി, ആ പോലീസുകാരൻ്റെ മിസ്സിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചായിരുന്നു. അയ്യപ്പനെ കുറിച്ച് ചോദിക്കും. അവർ ചിലപ്പോൾ ഇങ്ങോ വരും. ഒരു സ്ലിപ്പ് ആരുടെ വായിന്നും വന്നേക്കരുത്. എന്തൊക്കെ മാത്രമാണ് വിളമ്പാവുന്ന കൃത്യം ധാരണ വേണം. டாக்ஸ் வச்சு ஏதோ இருக்குன்னு நினைக்கிறேன் ஸ்டோரியில. இவரு இங்கே தான் போச்சு வச்சுருவாங்களா? இந்திரன் சாங் அப்படிதான் தெரிஞ்சு. எபிசோட் 2 இந்த எபிசோடு கொஞ்சம் தாமதமாக தான் போச்சு இந்த எபிசோடு. ஆனால் வந்து அஃபிஷியலி கன்ஃபார்ம்ட் இவர் வந்து காணும். லாஸ்ட்ல வேற காட்டினாங்க அது டாகா. என்ன பண்ணுறாங்கன்னே தெரியல. இது பண்ண மாட்டாங்களே. அப்போ இவர் ஐயப்பனா? ஏன்னா ஐயப்பன் அங்கே தானே இருந்தான். என்ன நடக்க போகுதுன்னு தெரியல. நம்ம தமிழுக்கு ஃபோட்டோ சர்ச் பண்ணும்போது வந்துடும் அம்புலி ஐயப்பன் டெத் அப்படின்னு வரும், டெத் சீன். விறுவிறுப்பாக தான் போச்சு. ஆனால் சரியான இன்வெஸ்டிகேஷன் பயங்கரம். ஒவ்வொரு இடத்துக்கு போனது டப்பு டப்புன்னு சும்மா இங்கேருந்து நான் பிபினை தேடி லாட்ரி போகிறேன். அது என்ன ஞாபகத்துல இந்த லாட்ரி டிக்கெட்காரு மாசம் ஒரே டைலாக். அது இல்லாமல் அந்த வேட்டையாடி விளையாடல பண்ணுவோம். கார் இப்படி தருக்குமா எப்படி தருக்குமா அது மாதிரி கரெக்டாக இருந்தது. ஏன்னா வந்து அவர் காணோம். நான் அதை நினச்சிட்டே இருந்தேன். ஏன்னா ஃபோன் வந்து இருக்குது. ஃபோன் இருக்கும்போதே வந்து ஆனில் இருக்கும்போதே அவர் ஃபஸ்ட்டு ஓகே 1 டேவாக எடுக்கலனாலுமே வந்து நெக்ஸ்ட் ஸ்டெப் வந்து இதுதான் பண்ணுவாங்க, ட்ராக்கிங் தான் பண்ணுவாங்க. நான் யோசிச்சுன்னு இருந்தேன், என்னடா இதெல்லாம் பண்ண மாட்டீங்களே இன்னும் அப்படின்னா. கரெக்டாக அவர் சொல்லிட்டார் சாப்பிடும் போது ஃபோனு ட்ராக் பண்ணிடலாம்னா இப்போது டைம் ஆகிடுச்சு அப்படின்னு. பண்ணிடலாம் சார். ஃபோன் ட்ராக் பண்ணிட்டாங்க. அதில் பிளட் ஸ்டெயின்ஸ் வேறு இருக்குது. அது இவரோட பிளட். அதுவும் இல்லாமல் ஒரு சீன் வேறு காட்டிக்கிறாங்க. அந்த ப்ளூ கலர் காரில் ஒரு ரத்தமாக கழுவி நிற்கிறாங்க உள்ள உட்காந்து. ஒரு ஷாட்டில் காட்டும் போது கை கொஞ்சம் கருப்பாக இருந்துச்சு. பின்னாடி ஸ்டிக்கர் பிரிக்கும் ஷாட்டில் கை கொஞ்சம் வெள்ளையாக இருந்துச்சு. அந்த கார் ஒல்லியாக வேறு இருந்துச்சுடா. இந்திரன்ஸ் கை மாதிரி இருந்துச்சு. இதில் இன்னொருத்தர் வந்து இன்வால்வ் ஆகிருப்பாருன்னு நினச்சிருந்தேன். பார்த்தா இந்த எபிசோட்லேயே தெரிஞ்சு இப்போ 2 பேர் அவங்க 2 பேர் வச்சு தான் கதை நகருமா. இப்போ அந்த டாகோட இதில் ஐயப்பனை காட்டில் ஒரு இது வேறு காட்டினாங்க. டாக்ஸ் இந்த ஸ்டோரியில்
மெயினாக இன்வால்வ் ஆகிருக்கு. டாக் மட்டும் ஏதாவது ஆச்சு மர்கே அதான் நீங்கள் எல்லாரும் வந்து அடிப்பேன் எல்லாரையும் சொல்லிட்டேன். அது வரை இந்த நாய் வயிற்று தொடும்போது எட்டி ஒதிச்சு அதுக்கு என்ன வயிற்றுல இருக்குது போல. அது கிட்னி ஸ்டோன்ஸ். சம்டைம்ஸ் டாக் என்ன அவங்க சொன்னாங்களே ஸ்டோன்ஸு சம்டைம்ஸ் சின்ன ஸ்டோன் போயிட்டீங்க அது நின்றுக்கும். அது தொட்டு பார்க்கும்போது தான் தெரியும். அந்த இதெல்லாம் வச்சா தெரியாது. தொட்டு பார்க்கும்போது அது பெயினில் ரியாக்ட் ஆனால் மட்டும்தான் தெரியும் அது வயிற்றுல ஏதோ இருக்குன்னு. ஏன்னா அது வரைக்கும் அது சொல்லவும் முடியாதுல்ல. ஸோ அதனால் இது இப்போ எக்ஸ்ரே எடுத்தால் தான் தெரியும். அந்த எக்ஸ்ரே எடுத்தால் தான் என்ன ஆகுது ஏது இதுன்னு தெரியும் போல். ஸோ அது ஒன்று. அதுவும் இல்லாமல் என்னென்னா அந்த காரில் வந்து சொல்லியிருந்தாங்க இது வந்து ரெண்டல் காரு அப்படின்னு. கரெக்டாக அந்த ஸ்டிக்கரை பிச்சாங்க. அப்போ ஓகே ஓகே ஃபுல் ட்ரான்ஸ்ஃபார்ம் பண்ணுற கார் வந்து கழுவிட்டு இருக்கு. அந்த பேட் கை வந்து கொஞ்சம் ஜீனியஸ் கை தான். எல்லாத்தையும் நோட்டீஸ் பண்ணிட்டு தான் போய் தொலைஞ்சு போனவரும் ஜீனியஸ் வேறு. ஸோ அதனால் என்ன நடக்குதுன்னு தெரியல. நம்ம இன்னொரு சொல்ல பார்க்கலாம். ஸோ எபிசோட் 3ல் சந்திக்கலாம். கேரளா கிராஃபிக் சீசன் 2 இரு. ஹஜ்ஜி இருக்காருன்னு தெரியலையே. இது மெயின் கேஸ்ட்ல போட்டுருக்கு. 2 எபிசோடா வரல. எனக்கு தெரிஞ்சு நீங்க தம் வச்சுன்னு இருப்ப கட்சியா ஒரு தம் ஷாட் மட்டும் இருக்கும். தம்மு மட்டும் காட்டி புகை இருக்கும். அந்த துப்பாக்கிட்டுக்கு மேல பிடிச்சிருப்பாரு சீசன் 1ல. அந்த துப்பாக்கி பத்துல 2 அந்த மாதிரி வருவாரு. சாஜு வராரான்னு பார்க்கலாம். எபிசோட் 3ல கண்டினியூ பண்ணலாம். கேரளா கிராக் ஃபைல் சீசன் 2. சரி பரத் சைனிங் ஆஃப். கோரா பாருங்க.